ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്നേ പറയാൻ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഈ റോഡ് മൈക്കിൻ്റെ നമ്മളൊരു അൺബോക്സിങ് സംഭവമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഓസ്ട്രേലിയൻ ബ്രാൻഡായിട്ടുള്ളൊരു മൈക്ക് സംഭവങ്ങളൊക്കെ ഇറക്കുന്ന, ഓഡിയോ സംഭവങ്ങൾ ഇറക്കുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ റോഡ് വയർലെസ് മീ2 അല്ല, റോഡ് വയർലെസ് ഗോ2 അതൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല പ്രൈസ് കൂടുതലുള്ള ഒരു സെമി പ്രൊഫഷണൽ വയർലെസ് മൈക്കൊക്കെയാണ്. മോസ്റ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു സംഭവമാണ് ശരിക്കും നമ്മുടെ റോഡിൻ്റെ മൈക്കുകളൊക്കെ. അപ്പോൾ അത് കണക്കിലെടുത്ത് അവർ ആക്ച്വലി പുതിയൊരു റോഡ് വയർലെസ് മീ എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അൺബോക്സിങ് നമ്മളൊരു 2-3 മാസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ഓൾമോസ്റ്റ് ഇത് നമുക്ക് 1 റിസീവർ 1 ട്രാൻസ്മിറ്റർ വെച്ചിട്ടാണ് വരുന്നത്. പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 16,000 ആ റേഞ്ചൊക്കെ പ്രൈസ് വരിക. നിങ്ങൾ വയർലെസ് ഗോ2ൽ ഒരു ട്രാൻസ്മിറ്ററിൽ ഒരു ഇതിൻ്റെ വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 22 ആ റേഞ്ചൊക്കെ ഒരു 6,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിലില്ലാത്ത 2 ഫീച്ചേഴ്സ് ഇതിലുണ്ട്, അല്ല ഇതിലില്ല, ഇതിലുള്ളൊരു ഫീച്ചേഴ്സ് അതിലില്ല, അങ്ങനെ സംഭവമാണ്. പക്ഷേ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ആരും നോക്കിക്കഴിഞ്ഞാൽ വലിയ നമുക്ക് ആക്ച്വലി ഇതായാലും അത്യാവശ്യം നല്ല യൂസ്ഫുൾ തന്നെയാണ്. മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ വയർലെസ് ഗോ2ലുള്ളതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഉണ്ട്. ഇതിൽ ആക്ച്വലി ഇൻറ്റേർണൽ റെക്കോർഡിംഗ് ഇല്ല. അതാണ് മെയിൻ ഒരു സംഭവമുള്ളത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം, ആൽഗോരിതം ആപ്പും സംഭവങ്ങളൊക്കെ സെയിം. പിന്നെ ഉള്ള ഡിഫറൻസ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ഇല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിൽ നമ്മുടെ റിസീവറിൽ റിസീവറിൽ ഡിസ്പ്ലേ ഉണ്ട്, ഇതിൽ ഡിസ്പ്ലേ ഇല്ല. അതാണ് മെയിനായിട്ട് എമൗണ്ട് കുറയാനുള്ള കാരണം. വേറെ ക്വാളിറ്റിയിലോ സൗണ്ട് ക്വാളിറ്റിയിലോ ഡിഫറൻസ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി സ്റ്റോർ ചെയ്തേക്കുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഒരു ടിസ്സും എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു കേസിലാണ്, ഹാർഡ് കേസിലാണ്. എന്ന് വെച്ചാൽ ഇവർ കേസും സംഭവങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവർ ചുമ്മാ ഒരു നോർമലായിട്ടുള്ളൊരു പൗച്ചാണ് തരിക. അത് നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വയർലെസ് ഗോ2ൽ തരുന്നതായിട്ടും കൂടുതൽ കേബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തരുന്നുണ്ട്. മീൻ്റെ കൂടെ നമുക്ക് എല്ലാ സംഭവങ്ങളും തരുന്നുണ്ട്. പക്ഷേ ഇതിന് ആക്ച്വലി വയർലെസ് ഗോ2ൻ്റെ ഒരു നെക്സ്റ്റ് എഡീഷൻ ഇറങ്ങിയിട്ടുണ്ട്, പ്രോ എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ പുറത്തൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു ഡിഫറൻസ് സംഭവമൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഈ ആക്സസറീസും സംഭവം ഫുൾ അവർ തരുന്നുണ്ട്. അപ്പം മീ2ലൊക്കെ നമുക്ക് ഈ കേബിളൊക്കെ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കണം. അതുപോലെ തന്നെ ചാർജിങ് കേബിളൊക്കെ എക്സ്ട്രാ വാങ്ങിക്കണം. ഇതിൽ നമുക്ക് ഐഫോണിൻ്റെ ചാർജ് കേബിളും തരുന്നുണ്ട്, ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള കേബിളും തരുന്നുണ്ട്, ടൈപ്പ് സിയും തരുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഭവവും നമുക്ക് ഇതിനോട് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തരുന്ന മറ്റേൽ തരുന്ന പോലെ തന്നെ ഒരു പൗച്ചും, റോഡിൻ്റെ ഒരു പൗച്ചും നമുക്കിതിൽ തരുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ ഒരു സിൽക്ക ജെല്ലും തരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ശരിക്കും ഇത് ഹാർഡ് ഡിസ്കിൻ്റെ കേസാണ്. അതിൽ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനാണ്, എടുത്തെറിഞ്ഞാലും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതിൽ വാങ്ങിച്ചിട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 299 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. അത് ഞാൻ എൻ്റെ എല്ലാ മൈക്കുകളും ഞാൻ ഇതുപോലത്തെ ഒരു കേസിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് പോയിട്ടായിരിക്കും. ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. ഫോക്കസ് അതിൻ്റെ മുഖം കണ്ട ഫോക്കസ് ആവില്ല. ഹോളി ലാൻഡിൻ്റെ ഒരു എന്താ പറയുക ലാർക്ക് M1 എന്നൊരു മൈക്കാണ്. ഇത് ആക്ച്വലി എന്താ പറയുക നമ്മുടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TWS ഒക്കെ ഇല്ലേ, അതേ മോഡലാണ് സംഭവം. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. വെച്ചാൽ ഇങ്ങനത്തെ ഇതിലാണ് ഇത് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണം കൂടി കിട്ടുന്നുണ്ട്. 2 ട്രാൻസ്മിറ്ററും 1 റിസീവറാണ്. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേ സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ കുഴപ്പം മാത്രമല്ല. പക്ഷേ ബാക്കപ്പൊക്കെ കിടുവാണ് കേട്ടോ. ഇതിൻ്റെ ഹോളി ലാൻഡിൻ്റെ അല്ല, ഒരു പുതിയ മോഡൽ ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോമിക്കസിൻ്റെ അല്ലേ, അത് തന്നെയൊന്നും ഉണ്ട്, കോമിക്കൻ്റെ. അപ്പോൾ കോമിക്കൻ്റെ ബ്രാൻഡ് ഇതേപോലത്തെ ഒരു മോഡൽ ഇറങ്ങിയത് വിത്ത് ഡിസ്പ്ലേ ആയിട്ട്. അപ്പോൾ ഞാനത് വാങ്ങിച്ചാലൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ആക്ച്വലി മൈക്ക് അത്യാവശ്യം ചെറിയൊരു ക്രേസുള്ള സംഭവമാണ്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 4-5 മൈക്കുകളുണ്ട്, വയർലെസ് മൈക്കുകളുണ്ട്. ഇതിൻ്റെ ഹോളി ലാൻഡ് ഉണ്ട്, പിന്നെ ബോയയുടെ ഒരു വയർലെസ് മൈക്ക് ഉണ്ട്. അത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിക്കാറുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കുകളൊക്കെ ഇതാണ് കേട്ടോ. ഇതും അങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതിന് ആക്ച്വലി ഒരു കേസ് ഉണ്ട്, പക്ഷെ എന്നാലും അത് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ സംഭവമൊന്നും ഇല്ലാത്ത കേസാണ്. ഇതൊരു ബോയയുടെ ഒരു സംഭവമാണ്. ഇതിൽ നമുക്ക് ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫോണിന് ഉപയോഗിക്കാനൊക്കെ നമുക്ക് ഒരു കണക്ടറാണ് കണ്ടു. നമുക്ക് ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ നമുക്കത് കണക്ടറാണ് കണ്ടു. എല്ലാ കണക്ടറും ഉണ്ട്, ടൈപ്പ് സി, ടൈപ്പ് എ, പിന്നെ നോർമൽ നമ്മുടെ TWS സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനും ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് നമുക്ക് ആവശ്യമുള്ള ടോകൾ ഉപയോഗിച്ചിട്ട് ഇതുമ്മ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് കുഴപ്പമില്ലാത്തതാണ്, വലിയ കാര്യമില്ലാത്തതാണ്. അതിന് ഓൾമോസ്റ്റ് ഒരു 8 രൂപയൊക്കെ പ്രൈസ് വരിക. പക്ഷേ സൗണ്ട് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഈ കേസിൻ്റെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒരു ആവറേജ് മാത്രമാണ്. ഇടയ്ക്ക് ചില ടൈമിൽ ഈ സാധനം ഓണാവില്ല, നമ്മൾ ഫിസിക്കലി ഇതെടുത്ത് ഓണാക്കണം, അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ ബോയയുടെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് വയർലെസ് മൈക്കുകൾ കേട്ടോ. ബോയയുടെ അത്യാവശ്യം ഒരു ലോ ക്വാളിറ്റി സാധനം തന്നെയാണ്. വേറെ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ബോയയുടെ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ബാക്കി സൗണ്ട് ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ റീസെൻ്റ്ലി ഇതിൻ്റെയും സൗണ്ട് ക്വാളിറ്റി, ഹോളി ലാൻഡിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആവറേജ് തന്നെയാണ്, ഭയങ്കര കിടിലെന്നൊന്നും ഞാൻ പറയില്ല.
അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ആക്ച്വലി ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്, നമ്മുടെ റോഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് റോഡിൻ്റെ പൗച്ച് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണുള്ളത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി തന്നെ ഇതിൻ്റെ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ പുതിയ മൈക്കുകളൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെയാട്ടോ. നമുക്ക് റോഡ് വയർലെസ് ഗോട്ടുവിലൊക്കെ അതിൻ്റെ മുമ്പിൽ റോഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇനി ഇറങ്ങാൻ പോകണം, എല്ലാത്തിലും അവരുടെ ലോഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ലോഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വയർലെസ് മീഡിയ ഒരു ട്രാൻസ്മിറ്റർ റിസീവറാണ്. അതേ ഡിസൈൻ തന്നെയാണ്, ഡിസ്പ്ലേ ഇല്ല, വേറൊരു ഡിഫറൻസും ഇല്ല കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്കിതിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോണിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഉണ്ട്, കമ്പ്യൂട്ടറിലും വേണമെങ്കിൽ എടുക്കാം. നമുക്കിതിൽ ഗെയിൻ അസിസ്റ്റ് എക്സ്ട്രാ നമുക്കിതിലുണ്ട്. മറ്റേ വയർലെസ് ഗോട്ട് പോലെ അതിലുണ്ടായിരുന്നില്ല ഗെയിൻ അസിസ്റ്റ്, ഇതിൽ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ഇതിൻ്റെ വാങ്ങിച്ചൊരു അക്സസറിയാണ് നമ്മുടെ ഈ മാഗ്നറ്റ് ഉണ്ട്. നമുക്കിതിങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഈ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DJIൻ്റെ മൈക്കിലൊക്കെ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിഫർബിഷ്ഡ് മോഡലാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഈ സാധനത്തിന് എൻ്റെ കണ്ണ് ഫോക്കസ് ആവുക. ഈ റോഡിൻ്റെ ഈ ക്ലിപ്പാണ് ഇതിനും ഈ മാഗ്നറ്റിനും കൂടിയിട്ട് ശരിക്കും ഇതിന് പ്രൈസ് ഒരു 1200 രൂപയാണ്. അപ്പോൾ അത് വീർത്തല്ല. അതിൻ്റെ ഞാൻ നോക്കിയപ്പോൾ അതിൽ റിന്യൂഡ് കാണിക്കുന്നുണ്ട് 1100 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. റിന്യൂഡ് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് ബോക്സും സംഭവങ്ങളൊന്നും കിട്ടില്ല, അത് ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്കിത് ഈ ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ടീഷർട്ടിനും ബ്രൗൺ നെക്ക് ടീഷർട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഈ സാധനം ഇട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അങ്ങനെ വെച്ചാൽ മതി. ഉണ്ടോ, അങ്ങനെ വെച്ചാൽ സംഭവം ഇരുന്നോളൂ. ഇത് അങ്ങനെ പോകുന്നില്ല, നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. അത്യാവശ്യം ബൾക്കിയാണ് ഈ റോഡ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ഇപ്പോൾ കുത്തിക്കുന്ന ഹോളിലാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബൾക്കിയാണ്. പക്ഷേ സൗണ്ട് ക്വാളിറ്റി സൂപ്പർ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കി അറിയണ്ടായിരിക്കും മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ. പിന്നെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇത് ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജർ വെച്ചൊന്നും ചാർജ് ചെയ്യരുത്. നമ്മുടെ TWS പോലെ തന്നെയാണ്. അവർ ഓൾറെഡി റെക്കമെൻഡ് 5.3 ആംപിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം 1 ആംപിയറിൻ്റെ ഒക്കെ ചാർജർ മാത്രം ഉപയോഗിച്ച് ചാർജ് ചെയ്യാം കേട്ടോ. ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യരുത്. ഇതിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ പൊള്ളിച്ച് വരും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഫുൾ കംപ്ലൈൻ്റ് ആവും, പിന്നെ നല്ല പണി കിട്ടും. ഇതിനെനിക്ക് ആക്ച്വലി 3 കൊല്ലം വാറണ്ടി കിട്ടുന്നുണ്ട്. നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആക്ച്വലി ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14,500 രൂപയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു വയർലെസ് മൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ റോഡിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആകെ ഇതിൻ്റെ ഒരു കോൺസൈഡ് എന്ന് പറയാനുള്ളത് നമുക്കിത് ഡിസ്പ്ലേ ഇല്ല, അതുപോലെ തന്നെ കുറച്ച് ബൾക്കിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതിൻ്റെ കേസ് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതി ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ബൾക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ റിസീവർ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം, അങ്ങനെ തൂങ്ങിക്കൊന്നുമില്ല. ഈ സാധനമൊക്കെ നമുക്ക് ഇവിടെ തൂങ്ങി വെച്ചാൽ ഇതിങ്ങനെ തൂങ്ങിക്കെടുക്കും. അപ്പോൾ ഇത് കുറച്ച് ബോറാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മാഗ്നറ്റിക് ക്ലിപ്പ് വാങ്ങിക്കാൻ കാരണം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കിയൊക്കെ കിടു തന്നെയാണ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിന് കേസും സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ സാധനമൊക്കെ നമുക്ക് ചാർജ് ചെയ്യാതെ കഴിഞ്ഞാൽ ആ കേസിൽ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് അങ്ങനെ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ഓരോ സാധനം ചാർജ് ചെയ്യണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അവർ പുതിയൊരു റോഡുകാരുടെ തന്നെ ഒരു വയർലെസ്സിൻ്റെ ഒരു കേസ് ഇറക്കിയിട്ടുണ്ട്, ചാർജബിൾ കേസ്. പക്ഷേ ഭയങ്കര വിലയാണ്, 7000 രൂപ റേറ്റൊക്കെ വരുന്നത്. അത് കാരണം കുറച്ച് കുറവാണ്. പക്ഷേ അത് കേസ് വരെ ഇറക്കിയിട്ടുണ്ട് സെപ്പറേറ്റ്. ഇപ്പോൾ എല്ലാ കമ്പനിക്കാരും ഇങ്ങനെ നമ്മൾ DJI മൈക്കൊക്കെ ഇറങ്ങിയപ്പോൾ അവർക്ക് പണി കിട്ടി തുടങ്ങിയപ്പോൾ ആണ് അവർ ആക്ച്വലി ഇപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു റോഡ് വയർലെസ് ഗോ ടു പ്രോ എന്നൊരു മോഡൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമുക്ക് ഇന്ത്യ ആയിട്ടില്ല, ബാക്കി എല്ലായിടത്തും ആയിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻക്ലൂഡിങ് കേസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ കേസ് നമുക്ക് ആക്ച്വലി എല്ലാ മോഡലിനും ഉപയോഗിക്കാം. എല്ലാം ഈ Type-C മോഡലാണ്, Type-Cയിൽ ഇങ്ങനെ കുത്തിവയ്ക്കുന്ന മോഡലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഈ ലോക്കൽ കേസുകൾ നമുക്ക് ഇപ്പോൾ ആമസോണിലും സംഭവത്തിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേരുടെ റോഡ് മൈക്ക് ഇതേപോലത്തെ ലോക്കൽ കേസ് ഉപയോഗിച്ചിട്ട് ബാറ്ററി ബൾജാവുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. ബാറ്ററി ബൾജായി കഴിഞ്ഞാൽ പിന്നെ അതിന് ഗ്യാരണ്ടി സംഭവങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്ന റെക്കമെൻഡഡ് ആയിട്ടുള്ള ചാർജർ അല്ലെങ്കിൽ ചാർജ് വോൾട്ട് മാത്രം തന്നെ ഉപയോഗിക്കാൻ മറക്കണ്ട. ഇത് TWSനും ബാധകമാണ്. എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ എന്താ പറയുക OnePlusൻ്റെ ഇന്നൊക്കെ 60 വാട്ടിൻ്റെ 70 വാട്ടിൻ്റെ ഒക്കെ ചാർജർ പോയിട്ട് TWSൽ ചാർജ് ചെയ്യാൻ കുത്തും. അപ്പോൾ അതിൻ്റെ ബോർഡ് അടിച്ചു പോകും, അതിൻ്റെ ബാറ്ററി അടിച്ചു പോകും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ മറക്കേണ്ട. വാറണ്ടി ഒന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ. അപ്പോൾ അത് ഇതിനും ബാധകം തന്നെയാണ്. ഓൾറെഡി ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് മെൻഷൻഡ് ആണ്. നിങ്ങൾ ബാറ്ററി കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വാറണ്ടി കിട്ടില്ല എന്ന് ഓൾറെഡി മെൻഷൻഡ് ആണ്. അപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ നമ്മുടെ ഐഫോൺ നമ്മുടെ പുതിയ 17ലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വാൾപേപ്പറാണ് കണ്ടു. ബാക്കി വേറെ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 3.5 GB സൈസ് വരുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ ബഗ്ഗും സംഭവമൊന്നുമില്ല. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അപ്ഡേറ്റ് ആവാനും. 2-3 വട്ടമൊക്കെ റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിട്ടാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ റോഡ് വയർലെസ് മീനിൻ്റെ ഒരു റിവ്യൂ, നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ.
അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 15 സംതിങ് നിങ്ങളൊരു വയർലെസ് മൈക്ക് നോക്കുന്നതിനെ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൈക്ക് എന്ന് തന്നെ പറയാം. സൗണ്ട് ക്വാളിറ്റി കിട്ടില്ലെന്ന് തന്നെയാണ്, അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റി ഇല്ല ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ട്, അതാണ് മെയിൻ സംഭവം. ഇതും കുഴപ്പമില്ലാത്ത, ഇത് നമുക്ക് 10 രൂപയ്ക്ക് നമ്മൾ കിട്ടിയ സാധനമാണ്. പക്ഷേ 10 രൂപയ്ക്ക് സാധനം നോക്കി കഴിഞ്ഞാൽ ലാഭമാണ്. നമുക്ക് 2 റിസീവർ ട്രാൻസ്മിറ്റർ കിട്ടുന്നുണ്ട്, കേസ് കിട്ടുന്നുണ്ട്, നോക്കുകയാണെങ്കിൽ ലാഭമാണ്. അപ്പോൾ അത് കുറ്റം പറയാനും പറ്റില്ല. ഇത് നമുക്ക് നോയ്സ് ക്യാൻസലേഷനും ഉണ്ട്, അത് വേറെ കാര്യം. നമുക്ക് ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ യെല്ലോ സ്വിച്ച് ഉണ്ട്, ഇത് അമർത്തി കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇതിന് ഡിസ്പ്ലേ ഇല്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോമിക്കേൻ്റെ പുതിയൊരു V3 എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട്, നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു 14,500 റേഞ്ച് വരും നമുക്ക് വിത്ത് കേസ്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഡിസ്പ്ലേ സംഭവമൊക്കെ ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വയർലെസ് മൈക്കുകൾ അവൈലബിൾ ആണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിറ്റി സാധനം മാത്രം വാങ്ങിച്ചാൽ മതിയിട്ട്. കുറേ ഈ ഗ്രനയറോ അങ്ങനെ കുറേ ലോക്കൽ ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവർ റീബ്രാൻഡ് ചെയ്തിട്ട് കുറേ വിൽക്കുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ വേറെ രക്ഷയില്ല. ഡിജിറ്റൊക്കെ ഇറക്കുന്നതും തനി ചൈനീസ് തന്നെയാണ്, അത് വെറുതെ ചുമ്മാ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ്, അല്ലാണ്ട് ബാക്കിയൊക്കെ സെയിം ആണ്. അതിന് എനിക്ക് തോന്നുന്ന ഡിജിടെക്കിനൊക്കെ ഒരു 3-7 രൂപ ആ റേഞ്ചൊക്കെ പ്രൈസ് ഉണ്ട്. അപ്പോൾ ആ പ്രൈസിനൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇങ്ങനത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ വാങ്ങിക്കുമായിരിക്കും. പിന്നെ 3 രൂപയ്ക്ക് കിട്ടുന്ന ഗ്രനയറിൻ്റെ പിന്നെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ റേറ്റിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് ഗ്രനയർ സംഭവങ്ങളൊക്കെ നോക്കാം. സൗണ്ട് ക്വാളിറ്റി എല്ലാം ഒരു ആവറേജ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത സംഭവമാണ്. കേസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ലോങ് ടേമിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൈക്ക് വാങ്ങിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ റോഡും വയർലെസ് മിയോ അല്ലെങ്കിൽ ഹോളിലാൻഡോ അല്ലെങ്കിൽ കോമിക്ക അല്ലെങ്കിൽ ബോയ ഞാൻ എന്തായാലും റെക്കമെൻഡ് ഇല്ല. അപ്പോൾ 3-4 ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചാൽ ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. താഴെ എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലാണ്.